വികസിത ഭാരതം, ജനാധിപത്യത്തിന്റെ മാതാവെന്നീ രണ്ട് തീമുകൾ അവതരിപ്പിച്ചുകൊണ്ട് വനിതാ ശക്തി വിളിച്ചോതിക്കൊണ്ട് നാരീശക്തി എന്ന മുദ്രാവാക്യമുയർത്തി കർത്തവ്യപഥിൽ ഡൽഹിയിൽ റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികൾ തുടരുന്നു. വിവിധ സേനാ വിഭാഗങ്ങളുടെ മാർച്ച് പാസ്റ്റ് കടന്നു പോകുന്നു. 15 സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശത്തിന്റെയും മറ്റ് വകുപ്പുകളുടെയും നേതൃത്വത്തിൽ 25ഓളം നിശ്ചല ദൃശ്യങ്ങൾ രാജ്യത്തിന്റെ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന വിവിധ ഇടങ്ങളിൽ നിന്നുള്ള പ്രകടനങ്ങൾ, വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം. രാഷ്ട്രം 75ാമത് റിപ്പബ്ലിക് ദിനം പ്രൗഢമായി ആഘോഷിക്കുകയാണ്. The transformation of medium of education theme is depicted in the entire tableau. And here comes the next, Ladakh. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ ഇന്ത്യക്കായി എന്നത് അഭിമാനകരം റിപ്പബ്ലിക് ദിനത്തിൽ. അതേസമയം സ്വാതന്ത്ര്യാനന്തരം രാജ്യത്തിന് പുറത്തുനിന്നും അകത്തുനിന്നും ഉണ്ടായ വിവിധ വെല്ലുവിളികൾ, അവയെ അതിജീവിച്ച രീതി, ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ, മുന്നോട്ട് വയ്ക്കുന്ന അവകാശങ്ങൾ, അവയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല എന്നതും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ റിപ്പബ്ലിക് ദിനവും കടന്നു പോകുന്നത്. മണിപ്പൂരടക്കം നിറഞ്ഞ രാഷ്ട്രീയ വിഷയങ്ങൾ, മണിപ്പൂരിലെ സാധാരണ ജനങ്ങളുടെ ഗുരുതരമായ പ്രതിസന്ധി, അവയ്ക്കുമൊക്കെ പരിഹാരം കാണേണ്ടതിന്റെ ആവശ്യകതകൾ കൂടുതൽ ശക്തിയായി ഉയർന്നു വരുന്നതിനിടയിലും രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കും ജനാധിപത്യ സംവിധാനത്തിനും ഒരു പോറലും ഏൽക്കാൻ പാടില്ല എന്നത് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ റിപ്പബ്ലിക് ദിനവും കടന്നു പോകുന്നത്. രാഷ്ട്രത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ധീരദേശാഭിമാനികൾ, മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും അടക്കം എണ്ണിയാലൊടുങ്ങാത്തത്ര നീണ്ട നിരയുള്ള ദേശീയ നേതാക്കളുടെ വലിയ പട്ടിക, ആ ചരിത്രം ഉയർത്തിപ്പിടിച്ച് അതിന്റെ തുടർച്ചയായി രാഷ്ട്രത്തെ നയിച്ചവരെ സ്മരിച്ച് ധീരസൈനികരെ ഓർമ്മിച്ച് രാജ്യം അകത്തു നിന്നും പുറത്തു നിന്നും നേരിടുന്ന പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യാം എന്ന ചർച്ചകളും ചിന്തകളും മുന്നോട്ട് വെച്ച് രാഷ്ട്രം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. கண்ட தமிழ்குடியே வாழிய வாழிய வாழியவே, உலகோலை கண்ட தமிழ்குடியே வாழிய வாழிய வாழியவே. മതനിരപേക്ഷതയുടെ മഹാമൂല്യവും നാനാത്വത്തിലെ ഏകത്വവും അത് ഒരു പോറൽ പോലും ഏൽക്കാതെ കാത്തുസൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും കൂടി നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് രാഷ്ട്രം 75ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത്. അർജുൻ പിതാംബരൻ തുടരുന്നു. അർജുൻ, നമ്മുടെ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന നിശ്ചല ദൃശ്യങ്ങളടക്കം കടന്നു പോവുകയാണ്. മണിപ്പൂരടക്കം നീറുന്ന പ്രശ്നങ്ങൾ നമുക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട്. രാഷ്ട്രം ഇത്ര പ്രൗഢമായി ആഘോഷ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഭരണഘടനയ്ക്ക് ഒരു പോറലും ഏൽക്കാൻ പാടില്ല, നമ്മൾ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾക്ക് പോറൽ ഏൽക്കാൻ പാടില്ല എന്ന വലിയ രാഷ്ട്രീയ ഉത്തരവാദിത്വം കൂടി ഇല്ലേ എല്ലാവർക്കും? തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും രതീഷ്, അതുപോലെ തന്നെയാണ്. അതായത് മണിപ്പൂരിൽ കാലങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി തന്നെ ഇത്തരത്തിലൊരു കലാപത്തി അത് പടർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഈ ഒരു ആഘോഷം എന്ന് പറയുന്നത്. പക്ഷേ ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം അത് എല്ലാവർക്കുമുണ്ട്. അതുകൂടി പറഞ്ഞുകൊണ്ട് അതുകൂടി കാണിച്ചുകൊണ്ടുള്ള ഒരു പരേഡാണ്, നിശ്ചല ദൃശ്യങ്ങളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ രാഷ്ട്രീയം അത് ഈ പരേഡിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ്. തീർച്ചയായും ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഗുജറാത്തിൻ്റെയും മേഘാലയയുടെയും നിശ്ചല ദൃശ്യങ്ങളാണ്. ഗുജറാത്തിൻ്റെതാണെങ്കിൽ ധോർഡോ, അത് കച്ചിൻ്റെ ഒരു തീരപ്രദേശത്ത്, കച്ചിൻ്റെ മേഖലയിലുള്ള ഒരു ചെറിയൊരു ഗ്രാമമാണ്. അവിടുത്തെ തീരദേശ ടൂറിസം അത് വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ട് തീരദേശ ടൂറിസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു നിശ്ചല ദൃശ്യമാണ് ഗുജറാത്തിൻ്റെതായി ഒരുക്കിയിരിക്കുന്നത്. പിന്നാലെ മേഘാലയ. ഈ മേഘാലയയുടെയും ഗുജറാത്തിൻ്റെയും രണ്ട് സംസ്ഥാനങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിലൊരു കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് വികസനത്തിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു നിശ്ചല ദൃശ്യങ്ങളാണ് രണ്ട് സംസ്ഥാനങ്ങളും. വികസിത ഭാരതം, ആകെ വികസനമാണ്, ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യ. ഈ രണ്ട് തീമാണ് ഈ റിപ്പബ്ലിക് ദിനാഘോഷത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിന്റെ പ്രതിഫലനം ഈ നിശ്ചല ദൃശ്യങ്ങളിലും ഒക്കെയുണ്ട്. നാരീശക്തി വിളിച്ചോതിക്കൊണ്ടുള്ള റിപ്പബ്ലിക് ദിന ആഘോഷം അത് പ്രൗഢമായി അരങ്ങേറുന്നു. അർജുനാണ് തത്സമയം ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.